വെൽക്കം ബാക്ക്. ഇത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാഷ് എന്ന് ഞാൻ അവിടെ ഹെഡിങ് എഴുതിയ കാണാം. അറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാഷ് എന്ന് ഹെഡിങ് എഴുതിയ കാണാം. നമുക്കറിയാം റിഡംഷൻ്റെ സമയത്ത് കമ്പനിക്ക് മണിയുടെ ആവശ്യമുണ്ട്. അതായത് ബാലൻസ് ഷീറ്റിനകത്ത് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു എമൗണ്ട് വേണം റിഡീം ചെയ്യാൻ ആവശ്യമായത്. സോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യും. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു എൻട്രി ഉണ്ട്, അതായത് ബാങ്കിലോട്ട് പൈസ വരും. സോ പുതിയ ഇഷ്യൂവിൻ്റെ സമയത്ത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ആവശ്യമായ പൈസ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. പുതിയ ഇഷ്യൂ ഓഫ് ഷെയറും ഉണ്ട്. ബട്ട് ഈ P&L അക്കൗണ്ട് അല്ലെങ്കിൽ റിസർവ് എന്നൊക്കെ എടുക്കുമ്പം അവിടുത്തെ എൻട്രി എന്താ മക്കളെ? ഏത് റിസർവ് എന്നാണോ എടുക്കുന്നത് ടു CRR, റൈറ്റ്? പൈസ എവിടെ? ഇവിടെ ബാങ്ക് വരുന്നത് എവിടെ? നോ, റൈറ്റ്? സോ ഇവിടെ നമ്മൾ റിസർവ് എന്ന് ക്യാപിറ്റൽ റിഡീം ചെയ്യാനുള്ളത് CRR എന്ന് പറഞ്ഞ വേറൊരു റിസർവിനകത്തോട്ട് മാറ്റിയെന്ന് മാത്രം, റൈറ്റ്? സോ ഇങ്ങനെ പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ റിഡീം ചെയ്യുമ്പം ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ്, നമുക്ക് പൈസക്ക് പൈസ തന്നെ വേണം അല്ലേ? റിസർവ് ഉണ്ട് കുറേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻട്രി ത്രൂ റിസർവ് ഉണ്ട് ഇത്ര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി നീഡ് ലിക്വിഡ് ക്യാഷ്, റൈറ്റ്? സോ അധിക കമ്പനിയിൽ ഈ പ്രോഫിറ്റ് യൂസ് ചെയ്ത് റിഡീം ചെയ്യുമ്പം ബാലൻസ് ഷീറ്റിനകത്ത് ബാങ്കിൽ അധികവും ഇനഫായിട്ടുള്ള ഫണ്ട് ഉണ്ടാവില്ല. ഞാൻ തൊട്ട് മുന്നേത്തെ പ്രോബ്ലത്തിൽ നിങ്ങളോട് ഞാൻ പ്രത്യേകം അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, ബാങ്കിൽ ഇത്രയുണ്ട്, പ്രശ്നമില്ല, നമുക്ക് ഇത്ര പൈസ കൊടുക്കാനുള്ളൂ എന്നൊക്കെ. അതൊന്ന് പോയി കാണുക, ഓക്കെ? സോ ചില കേസസിൽ ബാങ്കിൽ എന്തുണ്ടാവില്ല, ഇനഫായിട്ടുള്ള പൈസ ഉണ്ടാവില്ല. ഈ സമയത്ത് വി ആർ ടോക്കിംഗ് അബൌട്ട് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൻ്റെ സമയത്ത് എന്തിനുള്ള ക്ഷാമം ഉണ്ടാവാം? മേ ബി ബാലൻസ് ഷീറ്റ് നോക്കുക, ഇനഫ് ആയിട്ടുള്ള ക്യാഷ് അവിടെ ഉണ്ടോ? റിഡംഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിഡീം ചെയ്യാൻ വേണ്ടത് 1 lakh ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ബാങ്കിൽ 1 lakh അല്ലെങ്കിൽ 1 lakh കൂടുതലോ ഉണ്ടായിരിക്കണം. 1 lakh കൂടുതലോ ഇല്ല, ഇവിടെ ഒരു 1000 രൂപയേ ഉള്ളൂ എങ്കിൽ ഈ കേസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലനേഷൻ പോകുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സോ ഈ സമയത്ത് ക്യാഷിന് വേണ്ടി കമ്പനി 2 രീതിയിൽ ഓപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്, ലോൺ എടുക്കാം. ഓക്കെ, ബാങ്ക് ലോൺ ഞാനിവിടെ എഴുതുന്നത് എവിടുന്നെങ്കിലും പോയിട്ട് ലോൺ എടുക്കാം. ബാങ്ക് ലോൺ എന്നാണ് ടെക്സ്റ്റ് ബുക്കിലും കണ്ടത്. ലോൺ എടുക്കാം. 2, അസറ്റ് അല്ലെങ്കിൽ എന്തിലെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യുമ്പോൾ പൈസ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ ഈ 2 രീതിയിൽ എങ്ങനെയെങ്കിലും കമ്പനിക്ക് എന്തുണ്ടാക്കാം, കാശ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ 2ൻ്റെ എൻട്രി അറിയണം. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പം കയ്യിൽ പൈസ വരും അല്ലേ? നിങ്ങളെ വീട്ടിൽ ആരായാലും, ഞാനിപ്പോൾ ബാങ്കിൽ പോയി ലോൺ എടുത്താൽ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടാവും അല്ലേ? എന്തെഴുതും? ടു ബാങ്ക് ലോൺ ഒരു ലാബിലിറ്റി ആണ്. സോ ഞാൻ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് ലോൺ. ക്യാഷിൻ്റെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോണാണ് എടുത്തതെങ്കിലുള്ള എൻട്രിയാണിത്. ഇനി അല്ല, എൻ്റെ കയ്യിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ല എൻ്റെ കയ്യിലൊരു അസറ്റ് ഉണ്ട്, അത് വിൽക്കാൻ പോവുകയാണെങ്കിൽ വിൽക്കുമ്പോഴും എന്തെങ്കിലും ഒരു സാധനം വിറ്റാൽ എനിക്ക് എന്ത് കിട്ടും? കാശ് കിട്ടും. ആ അസറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോവില്ലേ? ഓക്കെ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, റൈറ്റ്? അപ്പം അസറ്റ് പോകുമ്പം അസറ്റിന് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ്, സോ കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ഏതാണോ അസറ്റ് വിറ്റത് അതിൻ്റെ പേര് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഏതാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ പേര് ഇവിടെ എഴുതാം. ഓക്കെ, വിൽക്കുന്നതിൻ്റെ എൻട്രി. അപ്പോൾ ഇത് അസറ്റ് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുന്നതിൻ്റെ എൻട്രി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർമ്മിക്കുക. ഇനി അടുത്തത് അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, കമ്പനിക്ക് ഒരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം തന്നെ അറിയാൻ പറ്റും ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് റിഡീം ചെയ്യാൻ. സോ 6 year ആണെങ്കിൽ 6 year കഴിഞ്ഞിട്ട് ഇത് റിഡീം ചെയ്യുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് 6 year കഴിയുമ്പം കമ്പനി ഇതിൻ്റെ റിഡംഷൻ്റെ പ്രോസസ്സിലോട്ട് പോവും. അതായത് അതിൻ്റെ അക്കൗണ്ടൻ്റ് ഇരുന്നിട്ട് എന്തിൻ്റെ എൻട്രി എഴുതും? റിഡംഷൻ്റെ എൻട്രി ഒക്കെ നമ്മൾ പാസ് ചെയ്യും, റൈറ്റ്? അപ്പോൾ ആ സമയത്ത് ചിലപ്പം ഈ വാങ്ങിയ ആൾ അല്ലേ, നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർ ഹോൾഡർ സ്ഥലത്തുണ്ടാവണം എന്നില്ല. ഓക്കെ, ചിലപ്പോൾ അയാൾ ഫുൾ മരിച്ചു പോയെന്ന് വെച്ചോ, അയാൾ ഫാമിലി അടക്കം മരിച്ചു പോയെന്ന് വെച്ചോ, മീൻസ് ഒരു ഹയേഴ്സ് ലീഗൽ ഹയേഴ്സ് ഒന്നുമില്ല. സോ ഇങ്ങനെയുള്ള ആളെയാണ് അൺട്രേസബിൾ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? റിഡീം ചെയ്യാൻ നമ്മൾ റെഡിയാണ്, കമ്പനി ഈസ് റെഡി ടു പേ ദ മണി ടു ദാറ്റ് പെർട്ടിക്കുലർ ഷെയർ ഹോൾഡർ. ബട്ട് ആ ഷെയർ ഹോൾഡറിനെ കാണുന്നില്ല. അപ്പം എന്താ ചെയ്യുക?
ഓക്കെ. സോ അതാണ് ഈ കേസ്, അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. നിങ്ങളൊന്നും എഴുതണ്ട, ഇതിന് സ്പെഷ്യലായിട്ട് ഒരു എൻട്രിയും വേണ്ട. നിങ്ങൾ സാധാരണ എന്താണോ ചെയ്യുന്നത് അതേപടി ചെയ്യാം. ഓക്കെ. ബാലൻസ് ഷീറ്റ് വരയുമ്പം ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലാബിലിറ്റി ആയിട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ. സോ അത് നിങ്ങൾ തിയറി പാർട്ടിൽ അങ്ങോട്ട് പഠിച്ചു വെക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അത് റിലേറ്റ് ചെയ്തിട്ടാന്ന് തോന്നുന്നു, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആകുമ്പോൾ തൽക്കാലം നിങ്ങൾ എൻട്രി ഒന്നും പാസ് ചെയ്യേണ്ട, അതങ്ങനെ തന്നെ നിന്നോട്ടെ. ബാലൻസ് ഷീറ്റിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു അടുത്ത പ്രോബ്ലത്തിലൂടെ നമുക്കത് ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. Question is there on the screen. The following is the balance sheet of Shine Limited as on date is given. ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഉണ്ട്, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇത്ര ഷെയർ ഓഫ് ഇത്ര ഈച്ച്. ഒരു എരിയർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ എരിയർ എന്താണെന്നൊന്നും നമുക്ക് ഈ ഒരു പെർവ്യൂവിൽ നമുക്ക് എരിയർ ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല. ഒരു എരിയർ അവിടെ കാണിക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അവിടെ ഉണ്ട്. ഓക്കെ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ സ്റ്റേറ്റ്മെൻറ്റ് P&L അക്കൗണ്ട് സർപ്ലസ് ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ട്. ഇതിൽ റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർവ് ഏത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും? റിഡംഷൻ്റെ സമയത്ത് പ്രീമിയം ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് വേണമെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് നമുക്ക് എടുക്കാം. ഇത് വായിക്കുമ്പോൾ ഇത്രയും സാധനം നിങ്ങളുടെ മനസ്സിൽ മിന്നി മറയണം. കറണ്ട് ലാബിലിറ്റി ക്രെഡിറ്റർ നിന്നോട്ടെ. ദെൻ നോൺ കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. അപ്പോൾ 2 അസറ്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ബാങ്കും ഉണ്ട്. ഓക്കെ. നോട്ട്സ് ടു ദി അക്കൗണ്ട്സ് ആർ നോട്ട് ഗിവൺ. ഓൺ 30/6/2020 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഡീം ചെയ്യാൻ തീരുമാനിച്ചു. പ്രീമിയത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കാൻ തീരുമാനിച്ചു 40,000 രൂപയ്ക്ക്. They also decided to issue sufficient number of equity share of ₹10 each at a premium of ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതും പ്രീമിയത്തിന് required after utilizing the P&L account, leaving a balance of 50,000. ഓക്കെ. P&L അക്കൗണ്ടിൽ നിന്നുള്ള പൈസ യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്നത് ന്യൂ ഇഷ്യൂ, അങ്ങനെയല്ലേ ഉള്ളത്? P&L അക്കൗണ്ടിൽ എത്ര പൈസ ബാക്കി വെക്കണം എന്നും പറയുന്നുണ്ട്. 50,000. P&L അക്കൗണ്ട് എടുത്ത് നോക്കിയേ, 1,50,000. 50,000 അവിടെ തന്നെ വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാടോ ഉള്ള 1 lakh നമുക്ക് റിഡീമിന് യൂസ് ചെയ്യാം. പ്രീമിയം ഓൺ റിഡംഷൻ ഇസ് റിക്വയർഡ് ടു ബി സെറ്റ് ഓഫ് അഗെയിൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ഇല്ലെങ്കിലും നമുക്കറിയാം അത് നമ്മൾ പ്രീമിയം റിസർവ് എന്നേ എടുക്കുള്ളൂ. അതുണ്ടെങ്കിൽ റീപേയ്മെൻറ്റ് ഓൺ റിഡംഷൻ വെർ മെയ്ഡ് ഇൻ ഫുൾ എക്സെപ്റ്റ് ടു വൺ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 50 ഷെയർ ഓൺലി ഡ്യൂ ടു ഹിസ് ലീവ് ഇന്ത്യ. 50 ഷെയർ എടുത്തൊരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഇന്ത്യ വിട്ടുപോയി. സോ അയാളെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഷോ ദ ജേർണൽ എൻട്രി ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റിഡംഷൻ. ഓക്കെ. ആസ് യൂഷ്വൽ ഞാൻ ആദ്യം ക്വസ്റ്റ്യനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതാം. അതിനേക്കാളും മുന്നേ എൻ്റെ അടുത്തൊരു ചെറിയ പോയിന്റ് എന്നോട് ലീവ് ചെയ്തു പോയി, അത് ഞാൻ ക്ലിയർ ചെയ്യട്ടെ. സോ ദിസ് വൺ, അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടു അസറ്റ് എന്ന് തന്നെയാണ്. ഓക്കെ. എൻ്റെ കയ്യിൽ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റിൻ്റെ വാല്യൂ 50,000 ആണ്. വിറ്റിട്ട് കിട്ടിയ പൈസ 40,000 ആണ്. ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ്. സോ ഇവിടെ വരും, റൈറ്റ്? 40,000 കിട്ടി. എൻ്റെ അസറ്റിൻ്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന വാല്യൂ എത്ര? 50. സോ 10,000 ഇസ് മൈ ലോസ്. സോ ഈ ലോസിനെ നമ്മൾ P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇവിടെ ഞാൻ എഴുതും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇനി നേരെ തിരിച്ചിട്ടാണെങ്കിൽ 40,000 അസറ്റ് ഞാൻ വിറ്റു 50,000. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ, പക്ഷേ 40,000 അസറ്റ് 50 വിറ്റു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് എന്ന് 10,000 എഴുതും. ഓക്കെ. ലാഭമാണെങ്കിൽ 2 വരും, നഷ്ടമാണെങ്കിൽ ബൈയിൽ വരും. എനിവേ ഈ കണക്കിൽ അതുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് എഴുതട്ടെ, എന്നിട്ട് വരാം. ഓക്കെ. ഞാനതിവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ക്വസ്റ്റ്യനിലുള്ള പോലെ എഴുതി. 2,500 ഷെയർ 100 ഉണ്ട്. കോൾസ് ഇൻ എരിയർ ₹20 2,000 2,48,000. നൗ വി നീഡ് റിഡീം ചെയ്യുന്ന എമൗണ്ട് അറിയണം, എന്നാലല്ലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റൂ. ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടിയിട്ടുമില്ല. ഓക്കെ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയിട്ടുമില്ല. സംശയം ഏത് എമൗണ്ട് എടുക്കണം? 2,500 × 100 2,50,000 എടുക്കണോ?
അല്ല റിഡീം ചെയ്യേണ്ടത് ഇതാണോ, 2,48,000 ആണോ? അല്ല ഇങ്ങനെയല്ല നിങ്ങളെ സംശയം. ഇതിൽ രണ്ടിൽ ഏതെടുക്കണം എന്നല്ല നിങ്ങളെ സംശയം. സംശയത്തിൽ ഒന്നിനും വകയിൽ ഇത് രണ്ടും അല്ല എടുക്കേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കും. ഇനി ശ്രദ്ധിച്ചോ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. 2,500 ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തു. നമുക്കറിയാം ഫുള്ളി പെയ്ഡപ്പ് ഷെയർ മാത്രമേ, അതായത് മുഴുവനായിട്ടും കാശ് അടച്ച ഷെയർ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കമ്പനി ഫുള്ളി പെയ്ഡപ്പ് ഷെയർ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കമ്പനി വിളിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് കമ്പനീസ് മിസ്റ്റേക്ക്. ഒരാൾ കോൾസ് ഇൻ എരിയർ ഉണ്ടാക്കി, അയാൾ അടച്ചില്ല എന്നുള്ളതാണ്, അത് അയാളുടെ മിസ്റ്റേക്ക്. ഓക്കെ, സോ 2,500 ഷെയറിന് 100 വെച്ച് 2,50,000 ആണ് ഫുള്ളി ഇവർ ഇത് ഫുള്ളായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം കോൾസ് ഇൻ എരിയർ ₹20. ഓക്കെ, സോ 20 ഇവിടെ 2,000 കിട്ടി. എത്ര ഷെയറിന് 20 രൂപ അടച്ചില്ല? കോൾസ് ഇൻ എരിയർ 2,000 ആണ്. കോൾസ് ഇൻ എരിയറിൻ്റെ എമൗണ്ട് 20 ആണ്. അപ്പം 100 ഷെയർ എടുത്താലല്ലേ പൈസ അടക്കാഞ്ഞത്? ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കോൾസ് ഇൻ എരിയർ 2,000 rupees ആണ്. കോൾസ് ഇൻ എരിയർ ഒരു ഷെയറിന് 20 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർ എടുത്താളാണ് കോൾസ് ഇൻ എരിയർ ഉണ്ടാക്കിയത്? 100 ഷെയർ എടുത്താൾ. ഓക്കെ ഓക്കെ, സോ 2,500 ഷെയറിൽ 100 ഷെയർ എടുത്ത ആളാണ് ഫുള്ളി അടക്കാഞ്ഞത്. അപ്പം ബാക്കിയുള്ള 2,400 ആൾക്കാർ ഫുള്ളി പേ ചെയ്തിട്ടുണ്ടാവില്ലേ? ചെയ്തിട്ടുണ്ടാവും. സോ റിഡംഷൻ എമൗണ്ട് 2,400 ഇൻറ്റു 100, 2,40,000. ഓക്കെ, കോൾസ് ഇൻ എരിയേഴ്സ് വരുമ്പം നമുക്ക് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഒന്നുമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് കോൾസ് ഇൻ എരിയർ. കമ്പനി വിളിച്ചിട്ടുണ്ട്, കുറച്ച് പേര് അടച്ചിട്ടില്ല. എത്ര ആൾ അടച്ചിട്ടില്ല? 100 ഷെയറുള്ള ആൾ അടച്ചിട്ടില്ല. ഈ 100 ഷെയർ എങ്ങനെ കിട്ടി എന്നുള്ളത് ക്ലിയർ ആണ് ഇവിടുന്ന്. സോ ബാക്കി ഫുള്ളി പെയ്ഡ് ആണ്. സോ റിഡംഷൻ എമൗണ്ട് 2,40,000 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് പോകേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ പ്രീമിയത്തിനാണ് റിഡീം ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ലടോ. 10% പ്രീമിയം. അപ്പോൾ ഇതിൻ്റെ 10% കാണുക. സോ 24,000 പ്രീമിയം വരും. ഓക്കെ, സോ ഈ പ്രീമിയം നമ്മൾ എവിടെ നിന്ന് എടുക്കും? സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ക്വസ്റ്റ്യൻ എടുക്കുക, സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ എത്ര പൈസയുണ്ട് നോക്കുക. എത്ര പൈസയുണ്ട്? 15,000 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് 24,000 വേണം. അപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെയും ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം പിന്നെ എവിടെ നിന്ന് കിട്ടിയാലോ. അപ്പോൾ ഈ 2,40,000 പറ്റി നമുക്ക് ആലോചിക്കാം. 2,40,000 ഇത് നമ്മൾ പറഞ്ഞു, നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ക്വസ്റ്റ്യനിൽ ഒന്നും കൂടെ വായിക്കാൻ നിങ്ങൾ. ആദ്യം P&L അക്കൗണ്ടിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത്. P&L അക്കൗണ്ടിൽ ടോട്ടൽ 1,50,000 ഉണ്ട് ബാലൻസ് ഷീറ്റിൽ. പക്ഷേ ഫുൾ എടുക്കാൻ പാടില്ല. 50,000 അവിടെ തന്നെ വെക്കണം. അപ്പോൾ എത്രയേ എടുക്കാൻ പറ്റുള്ളൂ? 1,00,000. സോ P&L അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എത്ര എടുക്കും? 1,00,000 എടുക്കും. മൊത്തം എത്ര വേണം? 2,40,000. സോ ബാക്കി ഇനി എത്ര വേണം? 1,40,000. അതെങ്ങനെയാണ് ചെയ്യുന്നത്? പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ക്ലിയർ? പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപക്കാണ്. 1 രൂപ പ്രീമിയത്തിനാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി, ഞാൻ അതിൽ നിന്ന് നോക്കി വായിക്കുന്നതേ ഉള്ളൂ. 10 രൂപ 1 രൂപ പ്രീമിയം. ദിസ് ഈസ് റുപ്പീസിലുള്ളതാണ്. സോ നമ്പർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് ഡിവൈഡഡ് ബൈ ഇതായിരിക്കും, റൈറ്റ്? ഇത് ഡിവൈഡഡ് ബൈ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 14,000 ഷെയറാണ് പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. 10 രൂപ വെച്ച് 1,40,000. പ്രീമിയം ഉണ്ട് എത്ര? 1 രൂപ. സോ പ്രീമിയം ഇസ് ഓക്കെ. അപ്പോൾ ടോട്ടൽ ന്യൂ ഇഷ്യൂവിൽ എത്ര കിട്ടുന്നുണ്ട്? ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നോർമലി നിങ്ങളുടെ തിങ്കിങ് പോകുന്നത്. ഞാൻ ഈ ചെയ്തത് തെറ്റാണ്. ദിസ് ഈസ് റോങ്. ഓക്കെ, എന്താ തെറ്റെന്ന് ഞാൻ പറഞ്ഞുതരും. എനിക്ക് ആ പോയിന്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇവിടെ എഴുതിയത്. ഓക്കെ, എനിക്ക് ഫസ്റ്റ് തന്നെ മറ്റേ സ്റ്റെപ്പ് എടുത്ത് പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ തിങ്കിങ് എങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. എവിടെ സംഭവിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. ടേക്ക് ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് വിൽക്കുന്നുണ്ട്, റൈറ്റ്?
ടു സെൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് 40,000. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ പൈസ 40,000 ആണ്. ബാലൻസ് ഷീറ്റ് നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് നോക്കുക. അവിടെ 50,000 ആണ്. ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ്. എത്ര? 10,000. ഇത് ഈ നഷ്ടം നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുക P&L അക്കൗണ്ടിൽ നിന്നാണ്. എൻട്രി എഴുതുന്ന നോക്കിക്കോളൂ. അസറ്റ് വെക്കുമ്പം പൈസ വരും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് പോവും. ഇൻവെസ്റ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൽ 50ഉം കിട്ടുന്ന പൈസ 40 ആണ്. സോ P&L അക്കൗണ്ട് ഇവിടെ വരും. എത്ര വരും? 10,000 വരും. സോ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് വന്നു, P&L അക്കൗണ്ടിൽ 10,000 കുറയണം. സോ ശ്രദ്ധിക്കണേ, P&L അക്കൗണ്ടിൽ ടോട്ടൽ 1,50,000. ഇതിൽ 50,000 നിങ്ങളോട് മാറ്റി അവിടെ തന്നെ വെക്കാൻ പറയുന്നുണ്ട്. സോ ബാക്കി 1,00,000. ഇപ്പം P&L അക്കൗണ്ടിൽ എന്ത് വന്നു? ഒരു 10,000 നഷ്ടം വന്നു. സോ അതും ഇതിൽ നിന്ന് കുറയണം. ബാലൻസ് ഷീറ്റിൽ 90,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഏതിന്? റിഡംഷൻ ആവശ്യമായത്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസറ്റിൻ്റെ ഒക്കെ സെയിലൊക്കെ വരുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാവും. സോ ആ സമയത്ത് P&L അക്കൗണ്ടിൽ അതിൻ്റെ ഇഫക്റ്റ് വരും. സോ P&L അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ 1,50,000, 50 നമ്മളോട് അവിടെ തന്നെ വെക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഇതെവിടുന്ന് കിട്ടിയതാ? ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 10,000. അപ്പം നമ്മളെ കയ്യിൽ P&L എത്രയേ ഇനി ബാക്കിയുള്ളൂ? റിഡംഷൻ ആവശ്യമായത് 1,00,000 ഇല്ല മക്കളെ. എത്രയേ ഉള്ളൂ? 90,000 ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ 2,40,000 90,000 മൈനസ് ചെയ്താൽ പുതിയ ഷെയർ എത്ര പൈസക്ക് ഇഷ്യൂ ചെയ്യണം? 1,50,000 ഇഷ്യൂ ചെയ്യണം. അപ്പം ഇവിടെ 1,50,000 ഡിവൈഡഡ് ബൈ 10, 15,000 ഷെയർ ആയിരിക്കും ഇഷ്യൂ ചെയ്തത്. സോ 15,000 ഇൻറ്റു 10, ഇവിടെ 1,50,000 വരും, ഇവിടെ 15,000 വരും. ഓക്കെ അല്ലേ? സോ ഇത് അധിക കുട്ടികളടുത്തും തെറ്റിപ്പോവലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തത്. ഇനിയിപ്പോൾ ടോട്ടൽ 1,65,000 ആണ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുക. ദിസ് ഇസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ദിസ് ഇസ് പ്രീമിയം. ഓക്കെ ആണേ? അപ്പോൾ നമുക്കിനി ഓരോരോ എൻട്രി ആയിട്ട് എഴുതി നോക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും. എൻട്രി എഴുതുമ്പോൾ ആദ്യം എപ്പോഴും സെയിലിൻ്റെ എൻട്രി എഴുതുക. ബിക്കോസ് അതിന് ശേഷമല്ലേ നമ്മൾ എത്ര ഇഷ്യൂ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത്. സെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ബാങ്ക് പൈസ വരും. ഏത് അസറ്റാണോ സെയിൽ ചെയ്തത് അതിവിടെ എഴുതണം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് സെയിൽ ചെയ്തത്. സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള ആ അസറ്റിൻ്റെ വാല്യൂ ഇവിടെ എഴുതുക. വിറ്റിട്ട് കിട്ടുന്ന പൈസ ഇവിടെ എഴുതുക. ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് P&L അക്കൗണ്ടിൽ കാണിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട്. സോ ഇവിടെ വരും 10,000. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് സെയിലിൻ്റെ എൻട്രി. ഇനി പുതിയ ഇഷ്യൂൻ്റെ എൻട്രി. എന്താ പുതിയ ഇഷ്യൂൻ്റെ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഏത് ഷെയർ ഇഷ്യൂ ചെയ്ത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര? 1,50,000. ഇതൊന്നും ഞാൻ ഇനി പറയുന്നില്ലേ, നമ്മൾ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് കിട്ടുന്നുണ്ട് 15,000. സോ ബാങ്കിൽ 1,65,000. അപ്പോൾ ഇഷ്യൂൻ്റെ എൻട്രി കഴിഞ്ഞു. ഇനി റിഡംഷൻ്റെ എൻട്രി. ഓക്കെ, റിഡംഷൻ്റെ എൻട്രിയിൽ നമുക്ക് ആദ്യം ഏതാ എഴുതുന്നത്? നമുക്ക് CRRലോട്ട് മാറ്റുന്ന എൻട്രി എഴുതിയാലോ? ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എവിടുന്നെടുത്ത? P&L അക്കൗണ്ടിൽ നിന്ന് അല്ലേ? എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്ര പൈസയാണോ P&L അക്കൗണ്ടിൽ ഇതിന് ആവശ്യമായതുള്ളത്? 90,000. എങ്ങനെ കിട്ടി? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? അതും കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തത് നമ്മുടെ റിഡംഷൻ്റെ, ഇത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൻ്റെ എൻട്രി. ഇനി റിഡംഷൻ്റെ എൻട്രി ആദ്യം സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് പ്രീമിയം ഓൺ റിഡംഷൻ്റെ എൻട്രി എഴുതണം. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബാലൻസ് ഷീറ്റിനകത്ത് സെക്യൂരിറ്റി പ്രീമിയം 15,000, റിഡംഷന് വേണ്ട സെക്യൂരിറ്റി പ്രീമിയം 24,000 അല്ലേ?
റിഡീം ചെയ്യുന്നത് 24,000 പ്രീമിയത്തിനാണ്. സോ വി നീഡ് 24,000. ബട്ട് ഇതിൽ ബാലൻസ് ഷീറ്റിൽ എത്രയേ ഉള്ളൂ? 15,000. പക്ഷേങ്കിൽ ഇപ്പം പുതിയ ഇഷ്യൂ ചെയ്തപ്പം വീണ്ടും നമ്മളെ കയ്യിൽ എത്ര വന്നിട്ടുണ്ട്? ഒരു 15 കൂടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് വന്നിട്ടുണ്ട്. അപ്പം ബാലൻസ് ഷീറ്റിലെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് 15,000. ഇപ്പം പുതിയ ഇഷ്യൂ നടത്തിയപ്പം അതിൻ്റെ കൂടെ കിട്ടിയ പ്രീമിയം 15. അപ്പം നമ്മളെ കയ്യിൽ എത്രയുണ്ട്? 30. എത്രയേ വേണ്ടൂ? 24. സോ നമ്മളെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടോ? ഉണ്ട്. 24 വേണ്ടു, 30 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എഴുതുന്നു. ഫുൾ എഴുതണേ മക്കളെ. സോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യൽ 24,000. സോ ഇനി നമ്മൾ റിഡംഷൻ്റെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2,40,000. റൈറ്റ്. അതെങ്ങനെയാ? പ്രീമിയം ഉണ്ടോ? പ്രീമിയം ഉണ്ട്. എത്ര പ്രീമിയം? 24,000. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് എത്ര കൊടുക്കണം? 2,64,000. ശ്രദ്ധിച്ചേക്കണം. ഞാൻ ഇവിടെ 24 നേട്ടം പറഞ്ഞു എന്നൊക്കെ ഒരു സംശയം. ഇനിയോ പേ ചെയ്യുന്ന എൻട്രിയാണ്. ഞാൻ ഓൾറെഡി എഴുതി, ബട്ട് റെക്കോർഡ് ആയില്ല. സോ ഞാൻ ഇപ്പുറത്തൊന്നും കൂടെ അത് ചെയ്യുവാണ്. പേ ചെയ്യുന്ന എൻട്രി മാത്രം ഞാൻ ഈ ഒരു ഭാഗത്ത് എഴുതുവാണ്. പേ ചെയ്യുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് ആണ്. ഓക്കെ. തൊട്ട മുകളിലത്തെ എൻട്രിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 2,64,000 ആണ്. ഓക്കെ, ഇത് നോക്കണ്ട. 2,64,000 ആണ്. സോ ശരിക്കും ഇയാൾക്ക് 2,64,000 കൊടുക്കാനുണ്ട്. ബട്ട് ഈ ക്വസ്റ്റ്യനിലെ പ്രത്യേകത കമ്പനി ഈസ് റെഡി ടു പേ. പക്ഷെ 50 ഷെയർ എടുത്ത ആള് പൈസ കളക്ട് ചെയ്യാൻ വന്നില്ല. അയാളെ കണ്ടില്ല എന്നല്ലേ പറയുന്നത്. അപ്പം 50 ഒരു ഷെയറിൻ്റെ വില എത്ര? 100. അപ്പോൾ അയാൾക്ക് എത്ര കൊടുക്കാനുണ്ട്? 5,000 മാത്രമേ ഉള്ളൂ. അല്ല, 10% പ്രീമിയം ഉണ്ട്. 5,000ൻ്റെ 10% എത്ര? 500. അപ്പോൾ അയാൾക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട്? 5,500. ഈ ഷെയർ ഹോൾഡർ ഈ പൈസ വന്ന് കളക്ട് ചെയ്തോ? ഇല്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് ഇത്രയും പൈസ പോയിട്ടുണ്ടാവോ? ഇല്ലല്ലോ. അത് ഇപ്പോഴും കമ്പനീൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഈ 5,500. അതല്ല അതിൻ്റെ മീനിങ്. സോ 2,64,000 ഈ 5,500, ഏത് 5,500? 50 ഷെയറുള്ള ആൾ കളക്ട് ചെയ്യാത്ത ആ ഷെയറിൻ്റെ പൈസ 5,500 മൈനസ് ചെയ്തിട്ട് 2,58,500. ഇത് വേണം ബാങ്ക് അക്കൗണ്ടിൽ എഴുതാൻ. എൻട്രിയിൽ യാതൊരു മാറ്റവും. പേ ചെയ്യുന്ന ലാസ്റ്റത്തെ എൻട്രിയിൽ ഇങ്ങനെ ട്രേസബിൾ, കണ്ടുപിടിക്കാൻ പറ്റാത്ത ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ അത്രയും മൈനസ് ചെയ്ത് എഴുതണം. ബാലൻസ് ഷീറ്റ് എഴുതുന്നത് ശ്രദ്ധിച്ചോളാം. ഞാൻ ഭയങ്കരമായിട്ട് ഫൊമാറ്റ് ഒന്നും പറയുന്നില്ല. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് മോഡലിൽ തന്നെ എഴുതും. ഫൊമാറ്റ് നമ്മൾ പഠിച്ചോളൂ കേട്ടോ. നമ്മൾ ആ വഴിയെ പഠിക്കും. ഞാനിവിടെ വഴിയെ എഴുതുവാണ്. ആദ്യം ഞാനിവിടെ ഷെയർ ക്യാപിറ്റൽ എഴുതുവാണ്. ഐ എം നോട്ട് ഫോളോയിങ് ദ ഫോമാറ്റ്. ഓക്കെ, എൻ്റെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ടാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. റിഡീം ചെയ്ത് പോയി ഇത് എഴുതണ്ട. ബട്ട് റിഡീം ചെയ്ത് പോവാത്ത ഒരു 100 ഷെയർ അവിടെ തന്നെ ഉണ്ട്, മറക്കരുത്. 100 ഷെയർ, അയാൾ 100 രൂപേൻ്റെ ഷെയറാണ്. സോ 10,000 ഉണ്ട്. പക്ഷേ എങ്കിൽ കോൾസിൻ എരിയർ എത്ര വന്നു? 20 രൂപ. അപ്പോൾ 100 × 20 2,000 കോൾസിൻ എരിയർ ആണ്. സോ ഇയാളെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തെന്നൊന്നും പറയുന്നില്ല. സോ ഈ ഷെയർ, ബാക്കി ഷെയർ ഇവിടെ കാണിച്ചിരിക്കണം. ടോട്ടൽ ഷെയർ ഇക്വിറ്റി ഷെയർ 2,500. അതിൽ 2,400 ഷെയർ നമ്മൾ റിഡീം ചെയ്തു. ബാക്കി ഇവിടെ 100 ഉണ്ട്. ആ 100ൻ്റെ സംഭവം നിങ്ങളിവിടെ കാണിച്ചിരിക്കണം. ഓക്കെ. 100 ഷെയർ ഓഫ് 100 ഈച്ച് 10,000 കോൾസിൻ ഏരിയർ ഉണ്ട്. ആ ഷെയറിന് കോൾസിൻ ഏരിയർ ഉള്ളത് കൊണ്ടാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത്? റിഡീം ചെയ്യാൻ പറ്റാഞ്ഞത്. ബിക്കോസ് ഫുള്ളി പെയ്ഡപ്പ് ഷെയർ മാത്രമേ റിഡീം ചെയ്യൂ. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് എഴുതണം. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതുന്നുണ്ടാകും. രണ്ടാമതായിപ്പോൾ ഇക്വിറ്റി ഷെയർ ആ തന്നിരിക്കുന്ന 4,00,000 ബാലൻസ് ഷീറ്റ് സെയിം എമൗണ്ട്, ഒരു മാറ്റവും ഉണ്ട് അല്ലേ? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ബാലൻസ് ഷീറ്റിനകത്ത് ഓൾറെഡി 3,00,000ൻ്റെ ഇക്വിറ്റി ഷെയർ ഉണ്ട്. പ്ലസ് ഇവിടെ പുതുതായിട്ട് ഇഷ്യൂ ചെയ്ത ഇക്വിറ്റി ഷെയർ 1,50,000. സോ 4,50,000ൻ്റെ ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഇനി നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. മുമ്പേ ബാലൻസ് ഷീറ്റിൽ 15,000 ഉണ്ട്.
പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തപ്പം 15,000 കിട്ടി. ഈ ഇക്വിറ്റി ഷെയറിനോട് 15 കിട്ടി. അപ്പം 30 ഉണ്ട്. പക്ഷേങ്കിൽ 24,000 പോയി. അപ്പോൾ ഇനി സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ എത്രയേ ഉള്ളൂ? 6,000 ഉള്ളൂ. ഓക്കെ ആണേ. ഓക്കെ, ഇനിയോ? ഇതും കഴിഞ്ഞു. ഇനി അടുത്തതോ PNL അക്കൗണ്ട്. PNL അക്കൗണ്ടിൽ എത്ര പൈസ അവിടെ തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്? 50,000. ഇനിയോ CRR അല്ലേ? CRRലോട്ട് എത്ര? നിങ്ങൾ ആ എൻട്രി എടുത്ത് നോക്ക്. CRRലോട്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തത്? 90,000. സോ അതും ഇവിടെ എഴുതണം. തീർന്നോ? ഇല്ല. കറണ്ട് ലാബിലിറ്റി ഉണ്ട് അല്ലേ? ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ എടുത്തോക്കെ. കറണ്ട് ലാബിലിറ്റി ഈസ് ദർ. കറണ്ട് ലാബിലിറ്റി എത്രയാ? കറണ്ട് ലാബിലിറ്റി 27,000 പോരാ. ഈ കറണ്ട് ലാബിലിറ്റീൻ്റെ കൂടെ ഒരു സംഭവം കൂടെ നിങ്ങൾ എഴുതണം. ഏതാണെന്നറിയോ? ഒരു 50 ഷെയർ എടുത്ത ആള് എന്തോ അയാളെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ല. ആ ഡീറ്റെയിൽസ് ബാലൻസ് ഷീറ്റിനകത്ത് കറണ്ട് ലാബിലിറ്റീൻ്റെ അണ്ടറിൽ ഈ ഒരു കറണ്ട് ലാബിലിറ്റിയും വരും. അതർ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളിവിടെ കാണിക്കണം. എങ്ങനെ കാണിക്കണം എന്ന് നമുക്ക് പറയാം. എത്ര ഷെയറാണ് ഉള്ളത്? 50. ഓക്കെ, റിഡീം ചെയ്യണം. ഒരു ഷെയറിൻ്റെ വില 100 ആയിരുന്നു. സോ 5,000 രൂപയാണ് ആ ഷെയർ ഹോൾഡറിന് കൊടുക്കാനുണ്ടായത് അല്ലേ? നമ്മുടെ റിഡീം ചെയ്ത് 2,400 പ്രിഫറൻസ് ഷെയറൊക്കെ നമ്മൾ റിഡീം ചെയ്ത് അതിൻ്റെയൊക്കെ എൻട്രിയൊക്കെ എഴുതി. പക്ഷേ കളക്ഷൻ്റെ സമയമായപ്പോൾ 50 ഷെയർ എടുത്ത ഒരാൾ വന്നില്ല. അപ്പോൾ അയാൾക്ക് എത്ര കൊടുക്കാനുണ്ട്? 5,000 പോരാ. 10% പ്രീമിയവും. അപ്പം 5,000ൻ്റെ 10 500. സോ അയാൾക്ക് നമ്മൾ 5,500 കൊടുക്കാനുണ്ട്. സോ ഈ ഒരു 5,500 അതർ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കണം. ഓക്കെ, ഇനി ഇത് തീർന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഫൊമാറ്റിൻ്റെ ശരിയായ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കുക. അന്നേരം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഞാനിവിടെ അസറ്റ് സൈഡ് എഴുതുവാണ്. ക്വസ്റ്റ്യൻ എടുത്ത് അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ് എന്ന് കാണാം 6 lakh. സോ ഞാനത് അതേപടി ഇവിടെ എഴുതി. അടുത്തത് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം. അത് ഞാൻ വിറ്റു. ഇപ്പം എൻ്റെ കയ്യിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. സോ ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കാണിക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, സോ കാണിക്കണ്ട, വിറ്റില്ലേ. അടുത്തത് ബാങ്ക് ആണ്. ബാങ്ക് എഴുതുന്ന ശ്രദ്ധിച്ചോ. ബാലൻസ് ഷീറ്റിൽ ബാങ്കിൽ 90,000 ഉണ്ട്. ഞാൻ ബാങ്ക് അക്കൗണ്ട് വരഞ്ഞ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ദിസ് ഇസ് ദ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് OD അല്ലെങ്കിൽ ഇപ്പുറം വരും. ഓക്കെ, ടു ബാലൻസ് 90,000 വരും. 1 by 1 എൻട്രീസ് എടുക്കുക. ഫസ്റ്റ് എൻട്രിയിൽ ഒരു ബാങ്ക് ഉണ്ട് 40,000. സോ ഇത് നമ്മൾ അവിടെ കാണിക്കണം. ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 40,000 എഴുതണം. ടു ഇൻവെസ്റ്റ്മെൻറ്റ് 40 ആണ്. ബാങ്കിലോട്ട് എത്ര പൈസയാണ് വന്ന? 40,000. ഓക്കെ, ടു ബാങ്ക് എന്ന് എഴുതിയിട്ട് ബാങ്കിന് നേരെയുള്ള എമൗണ്ട് എഴുതണം കേട്ടോ. അയ്യോ 50 അല്ലേ എന്നുള്ള ചോദ്യം വേണ്ട. ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണ്? 40. ഏത് വകയിൽ? ഇൻവെസ്റ്റ്മെൻറ്റ് വക. ഇതാ ഇവിടെയും ഒരു ബാങ്ക് ഉണ്ട്. ഇക്വിറ്റി ഷെയറിൽ 1,65,000. അപ്പോൾ ഇവിടെ എഴുതുക ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു പ്രീമിയം ഓൺ ദിസ് വൺ 1,50,000 15,000. ഓക്കെ, സോ അതും നമ്മൾ അവിടെ എഴുതി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ബാങ്ക് എഴുതി, ഇതിലുണ്ടോ? ഇതിൽ ബാങ്കില്ല, ഇതിൽ ബാങ്കില്ല. ഇനി പേയ്മെൻറ്റിൻ്റെ എൻട്രിയിൽ ഒരു ബാങ്ക് കിടപ്പുണ്ട്. സോ ആ ബാങ്കിനെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. സി 2,58,500. ഓക്കെ, ഞാനതവിടെ മൈനസ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പം എത്ര കിട്ടും? അപ്പോൾ ഈ ഭാഗത്താണ് കൂടുതൽ ഉണ്ടാവുക. ഈ ഭാഗത്ത് 2,95,000 കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും ബൈ ബാലൻസ് 36,500. സോ ഈ ബാങ്കിൻ്റെ ബാലൻസ് വേണം ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ ബാങ്കിന് നേരെ എഴുതാൻ. 36,500 വേണം ബാങ്കിൽ. അസറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ മറക്കരുത്. ഇതേതാ സംഭവം? ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഷെയർ ഹോൾഡർ. എൻട്രി ആവശ്യമില്ല. ബാലൻസ് ഷീറ്റ് വരയുമ്പം അതിന് ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? 1 ഞാൻ പറഞ്ഞു കറണ്ട് ലാബിലിറ്റിയിൽ എഴുതണം. 2 ബാങ്ക് അക്കൗണ്ടിൽ അതിൻ്റെ ഇഫക്റ്റ് കാണിക്കണം. അതായത് അയാൾ ഇത്ര പൈസ ഇനിയും കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ള മീനിങ്. ഓക്കെ, സോ ഒന്നും കൂടെ നോക്കുക. എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട്, ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം.
ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എനിക്ക്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 റൈറ്റ്. ഓക്കെ, നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നോക്ക്. ഞാൻ ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ഒന്ന് നോക്കട്ടെ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ആണ്. ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ. 10,000 11% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പ്. ഒരു ബുക്ക് എടുക്കുക, ഒരു ലൈനിൽ ഇതങ്ങ് എഴുതി വെക്കുക. അപ്പം പ്രിഫറൻസ് ഷെയർ 2 തരത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ തന്നിരിക്കുന്നത്. സി, ക്വസ്റ്റ്യൻ അല്ല, ഞാനിപ്പോൾ എഴുതുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. 11% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹10 ഈച്ച്, ഫുള്ളി പെയ്ഡ്. സോ ഇത് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഓക്കെ, പിന്നെ എന്ത് പറയുന്നത്, വേറൊരു ഇക്വിറ്റി ഷെയർ ഉണ്ട് 5000, 10% പ്രിഫറൻസ് ഷെയർ. അതിനൊന്നിൻ്റെ വിലയും 10 തന്നെ, പക്ഷേ ഇത് 8 മാത്രം പെയ്ഡ് അപ്പ്. അപ്പോൾ ഇത് ഫുള്ളി പെയ്ഡ് അപ്പ് അല്ല. ദിസ് ഈസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആൻഡ് ദിസ് ഈസ് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ്. ഓക്കെ, പിന്നെ പറയുന്നത് ഇക്വിറ്റി ഷെയറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് മൂന്നായിട്ട് കാണുക. 3 തരത്തിലുള്ള ഷെയർ ഉണ്ട്. 11% പ്രിഫറൻസ് ഷെയർ, 10% പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ. ദിസ് ഈസ് പാർട്ട്ലി പെയ്ഡ്, ദിസ് ഈസ് ഫുള്ളി പെയ്ഡ്. പിന്നെ ജനറൽ റിസർവ് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ട്. റിസർവിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഉണ്ട്. പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നു 10% പ്രീമിയത്തിന്. ബട്ട് ഇതിലേത് പ്രിഫറൻസ് ഷെയറാണ് റിഡീം ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ബുദ്ധി ഉപയോഗിക്കൂ. ഏത് പ്രിഫറൻസ് ഷെയർ ആയിരിക്കും റിഡീം ചെയ്യുന്ന? ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർ ആയിരിക്കും പേ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാനുള്ള എൻട്രി എല്ലാം നമുക്കറിയാം. പക്ഷേ ഇത് 2 തന്ന സ്ഥിതിക്ക് ഇത് റിഡീം ചെയ്യുന്നില്ല എന്നുള്ള ബേസിൽ ഇത് മാത്രം റിഡീം ചെയ്യുന്നു. അതായത് അപ്പോൾ എത്ര പൈസയാണ്? 10,000 × 10. സോ 1,00,000 പ്ലസ് 10% പ്രീമിയം എന്ന് പറഞ്ഞാൽ 10,000. അപ്പോൾ 1,10,000 ആണ് റിഡംഷൻ ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, പിന്നെ അതിനു വേണ്ടി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. 5,000 ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച്. അപ്പം 50,000 ആണ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ എന്താ പ്രീമിയം ഉണ്ട്. അപ്പോൾ 5,000 പ്രീമിയം. അപ്പം 1,00,000 വേണ്ടെടുത്ത് എത്ര പൈസേൻ്റെ ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്? 50,000. അപ്പോൾ ഇനിയും നമുക്ക് എത്ര പൈസ വേണം? 50,000 വേണം. ഇത് നമ്മൾ എവിടുന്ന് എടുക്കും? ജനറൽ റിസർവ് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട്, പിന്നെയോ ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ട്. ഈ 2 റിസർവും റിഡംഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതും യൂസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഇത് നമ്മൾ P&L അക്കൗണ്ടിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ജനറൽ റിസർവ് നിന്ന് എടുക്കുക. സോ P&L അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട്? 1,00,000 രൂപയുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് എന്തെടുത്താൽ 50,000 എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? യെസ്. 500 ഷെയർ എടുത്ത ആൾ അൺട്രേസബിൾ ആണ്. 500 എടുത്ത ഷെയർ ഹോൾഡർ ഇസ് അൺട്രേസബിൾ. സോ ഇതിൻ്റെ ഇഫക്റ്റ് എൻട്രിയിൽ ഒരു ചേഞ്ചും ഇല്ല. ബട്ട് എൻട്രിയിൽ ലാസ്റ്റ് എൻട്രീൻ്റെ എമൗണ്ടിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ബാലൻസ് ഷീറ്റിലും ഇതിൻ്റെ ഇഫക്റ്റ് കാണിക്കണം. എമൗണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. 500 ഷെയർ ആണ്. ഒരു ഷെയറിൻ്റെ വില 10 ആണ്. സോ 5,000. 10% പ്രീമിയം ഉണ്ട്. സോ ഇതിൻ്റെ 10% ഇസ് 500. നേരത്തെ പോലെ തന്നെ ഇവിടെയും എമൗണ്ട് 5,500 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് എൻ്റെ മെയിൽ ID ആണ്. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാനിത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. സ്ക്രീൻഷോട്ട് ഞാനിപ്പം ഇവിടെ കാണാം. സ്ക്രീനിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണാം. ഓക്കെ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് കട്ട് ചെയ്യാമെന്ന് തോന്നുന്ന, ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന എല്ലാ സ്റ്റുഡൻസിനും ഷെയർ ചെയ്യാം. അപ്പം ഇപ്പോൾ ഒരുപാട് പേര് നല്ല കമൻറ്റ് പറയുന്നുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പം നാളെ കാണാം.